ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ചീസ് ബ്രെഡ് ഓംലേറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് എൻ്റെ വേർഷനാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ സ്ലൈസ് ചെയ്തിട്ടുള്ള ചീസ് വേണം, പിന്നെ ഉള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ മുട്ട, പിന്നെ ബ്രെഡ്. ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അതിനുശേഷം ഒരു ബൗൾ എടുക്കുക, 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇടുക, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, എരിവിനാവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു ഫോർക്ക് എടുക്കുക, നല്ലോണം അടിച്ച് പതപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ ആ ഒരു ഉളുമ്പ് മണം മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ. അതിനുശേഷം സാധാ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് മുട്ട അതിലേക്ക് ഒഴിക്കുക. നല്ല വട്ടത്തിൽ തന്നെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. വട്ടത്തിൽ ചുറ്റിക്കാൻ മാക്സിമം ശ്രമിക്കണേ. അതിനുശേഷമുള്ള പരിപാടികളൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഏതൊരു കൊച്ചുകുട്ടിക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഒരു ബ്രെഡ് എടുക്കുക, ഈ മുട്ടയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ആ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ എഗ്ഗൊക്കെ ഈ മുട്ടയുടെ മുകളിലേക്ക് മടക്കി വെക്കണം കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നത് കണ്ടില്ലേ, അതുപോലെ ബാക്കിയുള്ള മുട്ടകൾ 4 ഭാഗത്തുനിന്നും ഇങ്ങനെ മടക്കി ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഈ ബ്രെഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മറിച്ചിട്ടതിന് ശേഷം ആ ചീസിൻ്റെ ഒരു സ്ലൈസിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതൊരു സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ലിഡ് എടുത്തിട്ട് 1 to 2 minutes അത്രയും മതി, ആ ചീസൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, അടച്ച് വയ്ക്കുക. അതിന് ശേഷം ലിഡ് തുറന്നിട്ട് 1-2 സൈഡും ബ്രൗൺ ആവുന്നവരെ കുക്ക് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്, കുറച്ചധികം പരിമിതികളുണ്ട് കേട്ടോ. ഒരു സൈഡിൽ കുക്ക് ചെയ്യൽ ഒരു ഹാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് കുറച്ച് പ്രശ്നമുള്ളത്. ഇവിടെ ചീസ് ബ്രെഡ് ഓംലേറ്റ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.